A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂരിലെ ജനങ്ങൾ യുഡിഎഫിനൊപ്പമെന്ന് യുഡിഎഫ് കൺവീനർ അഡോ പ്രകാശ്. പി.വി. അൻവർ യുഡിഎഫിന് മുന്നിൽ ഇനി അടഞ്ഞ അധ്യായമെന്നും അഡോ പ്രകാശ് പറഞ്ഞു. നിലമ്പൂരിൽ യുഡിഎഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ഇന്ന് 10:30 മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. യുഡിഎഫുമായി സഹകരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചന ലഭ്യമായിട്ടുണ്ട്. ഇന്നലെ പത്രസമ്മേളനങ്ങളും മറ്റും നടത്തിയത് ഞാനും കണ്ടതാണ്. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിലൂടെ, മീഡിയാസിലൂടെ ഒക്കെ പറഞ്ഞത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ വർത്തമാനം പറയണം എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഒരു പൊതുപ്രവർത്തകനല്ല. പക്ഷേ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശ്രീ പി.വി. അൻവർ മുമ്പോട്ട് പോയി എന്ന യാഥാർത്ഥ്യങ്ങൾ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഒരു അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. അൻവർ സാമാന്യ മര്യാദകളെല്ലാം ലംഘിച്ച് മുന്നോട്ട് പോയി. അതിനാൽ തന്നെ ഇനി അടഞ്ഞ അധ്യായമായി അൻവർ മാറി. പി.വി. അൻവറുമായി സംസാരിക്കുകയും യുഡിഎഫിൽ എടുക്കാമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അൻവർ മത്സരവുമായി മുന്നോട്ട് പോകട്ടെയെന്നും അഡോ പ്രകാശ് പറഞ്ഞു. മണിക്കൂറുകൾക്കിടയിലാണ് അൻവർ നയം മാറ്റുന്നത്. യുഡിഎഫിനൊപ്പം അൻവറിനെ നിർത്തണമെന്ന് വള്ളിക്കുന്ന് എം.എൽ.എ പറഞ്ഞതിനെപ്പറ്റി ചോദിച്ചപ്പോൾ നിങ്ങൾ യുഡിഎഫിൽ ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുകയാണോ എന്ന മറുചോദ്യമാണ് അഡോ പ്രകാശ് ചോദിച്ചത്. യുഡിഎഫ് സ്ഥാനാർത്ഥിയെപ്പറ്റിയുള്ള പരാമർശം വളരെ തരം താഴ്ന്നതായി മാറിയെന്നും അഡോ പ്രകാശ് പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യുഡിഎഫിന് അനുകൂലമായി നിൽക്കുന്നു എന്ന ചിത്രമാണ് ഞാൻ ഈ മേഖലയിൽ വന്ന് കുറേ ദിവസങ്ങളായി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് അസന്നിഗ്ധമായി പറയാൻ കഴിയും, ഇവിടുത്തെ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ എല്ലാ വാക്കുകളും മാറിയാണല്ലോ പോകുന്നത്. ഒരിക്കൽ പറയും ഞാൻ ഇനി മത്സരിക്കുന്നില്ല, അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ് ഞാൻ മത്സരിക്കാതിരിക്കുന്നത്. അടുത്ത മണിക്കൂറിൽ അദ്ദേഹം പറയുന്നു എനിക്ക് പണം വന്നു തുടങ്ങി. അത് എവിടെ നിന്ന് വന്നു എന്നതിനെ കുറിച്ചല്ല, പണം വന്നു തുടങ്ങി, എല്ലാവരും എന്നോട് പറയുന്നു മത്സരിക്കാൻ പറയുന്നു, ഞാൻ അതുകൊണ്ട് മത്സരിക്കുന്നു. ഇതൊക്കെ ഈ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ച് വർത്തമാനം പറയാതെ പോകുന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ കിട്ടുന്ന റിസൾട്ടാണ് ഈ തരത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പോകുന്നത്. അല്ല, അതേക്കുറിച്ചൊക്കെ അന്വേഷിക്കുക, ഇനി സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന് പണം ഇപ്പോൾ പല മേഖലയിൽ നിന്ന് വരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എവിടെ നിന്ന് വന്നിട്ട് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ അതിൻ്റേതായ ചട്ടക്കൂടിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.